ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത സമൂൽ മാർ തിയോഫിലോസ് മെത്രാപ്പൊലിത്തയുടെ സ്ഥാനാകരണ ചടങ്ങുകൾ സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ചിൽ നടന്നു. 15ഓളം ബിഷപ്പുമാരും കൂടാതെ വൈദികരും ഉൾപ്പെടെ വലിയ സംഘം തന്നെ ചടങ്ങുകൾക്കായി ഉണ്ടായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പൊലിത്ത കെ.പി. യോഹന്നാൻ അന്തരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ മെത്രാപ്പൊലിത്തയുടെ സ്ഥാനാകരണം നടന്നിരിക്കുന്നത്. സീനിയർ ബിഷപ്പ് ജോൺ മാർ ഏറിയനസ് മുഖ്യ കാർമ്മികനായിരുന്നു. കുർബാനയ്ക്ക് മുൻപ് നിയുക്ത മെത്രാപ്പൊലിത്തയെ പള്ളിയിലേക്ക് പ്രദക്ഷിണമായി സ്വീകരിച്ചു. കുർബാന മധ്യയാണ് സ്ഥാനാകരണ ശുശ്രൂഷകൾ നടന്നത്. സ്ഥാനചിഹ്നങ്ങളും മറ്റും നൽകിയതിന് പിന്നാലെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. അധികാരത്തൊപ്പി, സ്ഥാനവടി, മുദ്രകളും മാല, മോതിരം എല്ലാം തന്നെ പുതിയ മെത്രാപ്പൊലിത്തയ്ക്ക് കൈമാറി. തുടർന്ന് അനുമോദന സമ്മേളനമായിരുന്നു. 11:30 മാർ അത്തനീഷ്യസ് യോഹന്നാൻ സ്മാരക കൺവെൻഷൻ സെന്ററിൽ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, മത, സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി മാറിയത്. ഇതിന് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമൊക്കെ ശക്തമായ സാന്നിധ്യമുണ്ട്. നിലവിൽ സഭയിൽ 30 ബിഷപ്പുമാരുണ്ട്. കെ.പി. യോഹന്നാൻ അദ്ദേഹത്തിന്റെ ആയുസ്സുകാലത്ത് സ്വന്തമായി കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് ബിലീവേഴ്സ് ചർച്ച്. വൻ സ്വത്തുക്കൾ ഉണ്ടായപ്പോൾ കെ.പി. യോഹന്നാൻ എല്ലാം സഭയുടെ പേരിൽ തന്നെ ആക്കുകയായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് ഇപ്പോൾ ശതകോടികളുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ പ്രധാനമായത്. SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ MP ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാശ്വതീകാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലാണ് നിലകൊള്ളുന്നത്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ സഭയ്ക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് ചർച്ചാണ് വാങ്ങിയത്. ആത്മീയ യാത്ര എന്ന പേരുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാന് സ്വന്തമായുണ്ട്. ആത്മീയാത്ര എന്ന ചാനൽ പിന്നീട് നിർത്തലാക്കുകയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട്. ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും 2 ഡസനോളം രാജ്യങ്ങളിൽ സഭാ ആസ്തികളും സ്ഥാപനങ്ങളുമുണ്ട്. ആഫ്രിക്കയിലാണിപ്പോൾ സഭയുടെ പ്രധാന പ്രവർത്തനം. വിശ്വാസികളിൽ നിന്നും പിരിവെടുത്ത് സാധാരണ സഭകൾ സ്ഥാപനങ്ങൾ പണിയുമ്പോൾ കെ.പി. യോഹന്നാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തന സ്ഥാനങ്ങൾക്കും സ്കൂൾ, ആശുപത്രി ഇവ പണിയാനും പണം സ്വരൂപിക്കുകയായിരുന്നു. മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും വിവിധയിടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എരുമേലിക്കടുത്ത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന 2,263 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും സമീപനാളിൽ അനുമതി നിഷേധിച്ചിരുന്നു. സഭയുടെ ആസ്തിയെക്കുറിച്ച് കെ.പി. യോഹന്നാനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിലും ദരിദ്രർക്ക് ചികിത്സ കൊടുക്കുന്നത് തിരുവല്ല മെഡിക്കൽ കോളേജിലാണ്. ആ കെട്ടിടമില്ലാതെ അവിടെ അത് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ സ്കൂൾ, കോളേജ്, പള്ളികൾ, ആശുപത്രികളെല്ലാം സർവീസ് ചെയ്യാനാണ്. ആസ്തിയായി കാണുന്നില്ല. സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലേ സർവീസ് നടത്താനാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാലം ചെയ്ത പ്രഥമ അധ്യക്ഷൻ മോർ അത്തനീഷ്യസ് യോഹന്നാനുമായി ഒരുപാട് സാമ്യമുണ്ട്. ഇപ്പോൾ ചുമതലയേറ്റ പുതിയ മെത്രാപ്പൊലിത്ത സമൂൽ മാർ തിയോഫിലോസ് മെത്രാപ്പൊലിത്തയ്ക്ക് 17-ാം വയസ്സിലാണ് അത്തനീഷ്യസ് യോഹന്നാൻ സുവിശേഷ പ്രചാരണത്തിനായി ഇറങ്ങുന്നത്. മാർ തിയോഫിലിസം അങ്ങനെ തന്നെ 1959 ഓഗസ്റ്റ് 27 റാന്നി കീക്കോഴൂർ കൈതപ്പാതലിൽ മാർത്തോമ സഭയിൽപ്പെട്ട മത്തായിയുടെയും മേരിക്കുട്ടി മത്തായിയുടെയും 7 മക്കളിൽ 6-ാമനായി ജനനം. 4 സഹോദരിമാരും 2 സഹോദരന്മാരും സമൂലിനുണ്ട്. പിതാവ് മികച്ച കർഷകൻ. സമൂൽ ഗർഭത്തിൽ ഉരുവായ സമയത്ത് തന്നെ മാതാപിതാക്കൾ നിശ്ചയിച്ചു ഇവനെ ദൈവവേലയ്ക്ക് വിടണം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയം സമൂലിനെ പ്രീ ഡിഗ്രിക്ക് വിടാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പോകണ്ട, പഠിച്ചാൽ താൻ ജയിക്കുമോ എന്നൊരു ആശങ്ക, അതിലുപരിയായി കൂട്ടുകെട്ട് അവിശ്വാസിയാക്കി മാറ്റുമോ എന്ന പേടിയും. മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. നേരത്തെ തന്നെ ദൈവവേലയ്ക്ക് വിടാനിരുന്നതിനാൽ അവർക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഓപ്പറേഷൻ മൊബൈലൈസേഷൻ എന്ന സുവിശേഷ വേല ചെയ്യുന്ന ചെറുപ്പക്കാരുടെ സംഘടനയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വലിയൊരു പ്രശ്നം, 18 വയസ്സ് തികയാത്തവരെ അവർക്ക് വേണ്ട എന്നാണ്. സമൂലിന് പ്രായം 16 വയസ്സും 9 മാസവും. നീ പയ്യനാ, എടുക്കാൻ പറ്റില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. പക്ഷെ പിന്നീട് മനസ്സുമാറി അവർ സമൂലിനെയും സംഘടനയിലെടുത്തു. തിരുവല്ലയിലെ സഭാ ആസ്ഥാനം കേന്ദ്രീകരിച്ചാകും പുതിയ മെത്രാപ്പൊലിത്ത പ്രവർത്തിക്കുക. ആവശ്യമുള്ളപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അമേരിക്കൻ അതിഭദ്രാസനത്തിന്റെ ചുമതല യോഹന്നാൻ മെത്രാപ്പൊലിത്തയുടെ മകൻ ദാനിയേൽ മോർ തിമോത്തിയോസ് ആയിരിക്കും വഹിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.